ചാന്ദിനി വരുന്ന ഇവിടെ ഇരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കാം. അങ്ങോട്ട് ഞാൻ ഈ സൈഡിൽ നമ്മൾ തമ്മിൽ ചോദ്യോത്തരല്ല, അവരൊഴിവാക്കി. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ സനീഷ, നിങ്ങളെല്ലാവരും റെഡിയാണോ? എല്ലാവരും ഉണ്ടാവില്ല, ഞാനും വിജയേഷും ഉണ്ടാവും, മറ്റുള്ള പണിയുണ്ട്, അതുകൊണ്ട് അവർ വരുന്നു. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? നമ്മൾ ചുവന്ന ടീഷർട്ട്, മെയിൻ ആയിട്ടുള്ളതെല്ലാം ചുവന്ന ടീഷർട്ട് ആയിരിക്കുമല്ലോ. രണ്ടുപേരും പറഞ്ഞതേ കുറെ പേരുണ്ട്. അതെ, ചുവന്ന ടീഷർട്ട് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെല്ലാരും ഉണ്ട്. ഉച്ചപ്പണി തന്നുണ്ട്, അങ്ങനെ വന്നല്ലേ? തുടങ്ങാല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ശരി, വേണ്ട അങ്ങോട്ടിരിക്കാം, നമുക്ക് അവിടെ ഇരിക്കാം. അങ്ങോട്ടിരിക്കാം. അവിടെ ഇരിക്കാം. ദൂരെ ദൂരെ ഇരുന്ന കേട്ടാ. ഒരു കൗണ്ടർ വരും, ഒരു തഗ്. ഇവന്റെ മനസ്സിൽ ഇവൻ നിവിൻ പോളിയാണ്. അപ്പൊ നമ്മളൊരു നിവിൻ പോളി ഉണ്ട്. അപ്പൊ ഈ എപ്പിസോഡ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ കമന്റ്, ആ കറുത്ത ഷർട്ട് ഇട്ട് ചേർന്ന കാണുമ്പോൾ അശോകനെ പോലെ തോന്നി, എനിക്ക് മാത്രമാണ്. അപ്പൊ ഇവൻ പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ നിങ്ങൾ പോയിക്കോ. ഈ ഡയലോഗ് ഇവൻ 10 വേർഷനിൽ പറയും, നമുക്ക് ആവശ്യമുള്ള വേർഷൻ വെച്ചിട്ട് നിങ്ങൾ പോയിക്കോ അങ്ങനെയൊക്കെ പറയും. ഇവൻ വന്നതിന് ശേഷം എന്റെ BP ആ നോർമൽ ലെവലിൽ നിന്ന് ഹൈ ആയി. ഞാൻ ആദ്യമായിട്ട് ഇവന്റെ കൂടെ കിടന്നിറങ്ങുന്നത്. ഇവന്റെ എനിക്കറിയില്ലോ, ഒരു ഡയലോഗിന് വേണ്ടി നീ പുള്ളിയുടെ കൂടെ കിടക്കാൻ പോയിക്കൊന്നും കാണാൻ പറ്റില്ല. ഈ ഹൃദ്രോഗമുള്ളവര്, ഗർഭിണികള്, പ്രായമുള്ളവര്, പിന്നെ ഇവന്റെ ചേച്ചി ഇവന്റെ കൂടെ അഭിനയിക്കുന്നതിന്റെ പേരിൽ 3 കല്യാണാലോചന മുടങ്ങി. മോന്റെ കാണാറുണ്ടോ? അയ്യോ ഒന്നും വിചാരിക്കരുത്, അങ്ങനെയാണ്. വിജയ് ചേട്ടാ വീഡിയോ കാണാൻ ചേട്ടാ, പക്ഷെ പുള്ളി സൂപ്പറാന്ന് പറയും ഇവനോട്. അത് ഞാൻ കേട്ടിട്ടില്ല, മറ്റേ സൈക്കോ മോഡൽ. സനീഷ് ചേട്ടാ എന്താ പറഞ്ഞ, ഒരു സാധനം സെൻഡ് ചെയ്തിട്ടുണ്ട്, ഞാനും ചേച്ചിയും കൂടെ ചെയ്ത മാന്യമായിട്ടുള്ളായിരിക്കും. തുണി പൊക്കി കാണിക്കുന്നത്. വിജേഷിനോട് നമ്മൾ പറയാം, വിജേഷ ഈ റോള് നീ മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ ബോഡി കിട്ട വെള്ളത്തിൽ നിന്ന് ചേർത്തിട്ട് ഇങ്ങനെ അഴുകി കിടക്കുന്ന ഓക്കെ ഒരു ചീർപ്പ്. ഞാൻ തെറി പറഞ്ഞ ഓഡിഷനൊക്കെ എനിക്ക് കിട്ടി. ആ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ഇരിക്കും, സാർ ഇതാണ് വേണ്ടത്. ഇവന് വേറെ ഏതോ സിറ്റുവേഷൻ ഇവിടെ അവിടെ പോയി തെറി പറഞ്ഞു. എത്ര പേരുണ്ട് പടത്തിന്? കാറിൽ നോക്കി ചെയ്യുന്നില്ലേ? ദേവദൂതൻ പാടി ഞാൻ ഇങ്ങനെയാക്കിയില്ലേ? ഭയങ്കരമായിട്ട് സ്നേഹം വെച്ചാല് നമ്മുടെ സിംഗർ സിത്താര ചേച്ചിയായിട്ട് നമുക്ക് ഭയങ്കര ആരാധന ഉണ്ടല്ലോ. അവരുടെ ഫാമിലി മെമ്പർ പോലെ നമ്മള്. പിന്നെ നമ്മളൊരു ആഗ്രഹമുണ്ട്, പള്ളിയുടെ ബാനറിലൊരു സിനിമ മനസ്സിലുണ്ട്, കഥയുണ്ട്. ഇത് വൈഫിന്റെ തറവാടാണ്, ചന്ദ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റാണ്. ഇപ്പൊ ഇവിടെ പറയുന്നില്ല, വലിയ സിനിമകളിൽ നിന്നൊക്കെ നമുക്ക്, എനിക്ക് വിജയിച്ചു ഞാൻ അവനും പോയ സമയത്തൊക്കെ നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളെ എന്താ പറയാ, മെന്റലി ഭയങ്കര ടോർച്ചർ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ സിനിമ ഫീൽഡിലും അത് ഇതിങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കണം. ഈശ്വര പ്രാർത്ഥന. പറഞ്ഞു. ഹായ്, ഇന്ന് വൈബ് ചെക്കില് നമ്മുടെ കൂടെയുള്ളത് ടീം പല്ലിയാണ്. ആക്ച്വലി നമ്മള് കണ്ട പോലെ അല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആൾക്കാരെ മനസ്സിലായില്ല. മറ്റേലൊരു നാച്ചുറലായിട്ട് നാടൻ ലുക്ക്. അതെ, നാടൻ ലുക്ക്. ഇപ്പൊ മോഡേൺ ആൾക്കാര് ശരിക്കുള്ള പേരുകൾ ഒന്ന് പറയും. എന്റെ പേര്, ഞാൻ എന്നെ വിളിക്കുന്നത് സനേഷ് ഗിന്നസ് എന്നാണ്. സനേഷ് ഗിന്നസ് സ്വന്തമായിട്ട് വിളിക്കുന്നത്. എന്റെ പേര് അമൽജിത്ത് ഡാനി എന്നാണ് ഇപ്പോ ലോകം അറിയപ്പെടുന്നു. ലോകം എന്ന് പറയുമ്പോ ഒരു 10-12 ആളുണ്ടാവും. കുട്ടൻ, ബാബു എന്ന് പറയും. എന്റെ പേര് പ്രയാഗ് തന്നെ വിളിക്കാം. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. CKR. ശ്രീകൃഷ്ണ CKR ഞാൻ ഇങ്ങനെ അറിയപ്പെടുന്നു. ഞാൻ കുറച്ച് ഇങ്ങനെ എഴുത്തും കൂടി ഉണ്ട്, കുറച്ച് പാട്ടുകൾ ഇതിന്റെ ആൽബം ചെയ്യലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ശ്രീകൃഷ്ണ CKR എന്ന് കൊടുക്കുക. അങ്ങനെ വരുമ്പോ ഒരു സകലകലാ വല്ലഭനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനകത്ത് അഭിനയിച്ച് ഞാൻ എന്റെ മക്കളാ ഈ പ്രയോഗം. അങ്ങനെ ഇവനൊരു അവാർഡ് കിട്ടി നമ്മള് കാരണം. വിജേഷ് തന്നെ അറിയപ്പെടും. ഗിന്നസ് തന്നെ മറ്റേ ട്രൂപ്പല്ല കേട്ടാ, ഇത് വേൾഡ് റെക്കോർഡ്. മിമിക്രി ഏത് ഇയറില്?
2018 രണ്ടുപേരും ഓ നിങ്ങൾ ടീമായിട്ട് 7 വർഷമായില്ലേ ഫ്ലവേഴ്സ് ഇന്നത്തേക്ക് 7 വർഷം സ്പെഷ്യൽ മൊമെന്റ്. അപ്പൊ ഇത് കഴിയുമ്പോ നമുക്ക് ചെലവുണ്ട്. നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയി? ഞാനും ഇവനും ഞങ്ങൾ മൂന്നുപേരും മിമിക്രി ട്രൂപ്പ് ഉണ്ട്, മലബാർ ചില്ലീസ് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ വർഷമായിട്ടുള്ള പരിചയമാണ്. പിന്നെ ഇവൻ പോട്ടെ, ഇവൻ എനിക്കറിയാം പണ്ടുപോലെ എൻ്റെ കല്യാണത്തിന്റെ പന്തലിന്റെ ഇതിനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണോ അറിയാ? അന്നേരം നമ്മൾ കമ്പനിയായി. പിന്നെ ഇവൻ വന്നു വെച്ചാൽ നമ്മൾ ഈ മൊബൈലിലാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് ക്യാമറ ഇല്ല, ഐഫോണൊന്നും ഇല്ല, വേറെ ഫോണിൽ ചെയ്യുന്നു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, സനേഷേട്ടാ ഒരു അമൽ എന്നിട്ട് പയ്യുണ്ട്, ക്യാമറ ഒക്കെ ഉണ്ട് സ്വന്തമായിട്ട്. വിളിക്കുകയാണ്, കൊണ്ടുവന്ന് ക്യാമറയിലോട്ട് നോക്കുന്ന സമയത്ത് ഫോണിനേക്കാളും മോശം ക്യാമറ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവന് അറിയില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇനി വിട്ടോന്ന് പറഞ്ഞു. പിന്നെയും പോകുന്നില്ല. പിന്നെ പ്രയാഗ് എവിടെ നിന്നുണ്ട്? സ്റ്റാർട്ടിങ്ങിലുണ്ട്. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് പിന്നെ പെട്ടെന്ന് ഇവന്റെ പ്രൊഫഷനൊക്കെ ആയിട്ട് എങ്ങോട്ടും മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഗുളികൻ ഒരു എന്റെ ഗുളികൻ എന്നൊരു ആൽബം ചെയ്തല്ലേ, അവൻ ചെയ്ത് അതിന്റെ ഞാൻ മോനായിട്ട്. ഏറ്റവും വെല്ലുവിളിയുള്ള വേഷങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. മോന്റെ വേഷം ആർക്കും ചെയ്യാലോ, അച്ഛന്റെ വേഷമൊക്കെ ചെയ്യണ റേഞ്ച് ആണ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ വിജേഷും ഞാനും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഇതുണ്ടോ, ഒത്തൊരുമയുണ്ട്. അപ്പൊ എത്ര നാളായി നിങ്ങള് ഒരു ഗ്യാങ് ആയിട്ട്? 2018 അല്ലേ? 17 തൊട്ട് ഞങ്ങൾ എല്ലാവരും ഗ്യാങ്. പക്ഷെ ചാനൽ തുടങ്ങിയത് 2024 ജനുവരി 1. അത് ഈ പറഞ്ഞ ആളൊന്നുമല്ല, വേറെ അത് വേറെ ഞങ്ങള് വേറെ ടീമായിരുന്നു തുടങ്ങി. 4 പേര് വേറെ, 2 പേര് വേറെ ഉണ്ട്, അവർ ഇട്ടിട്ട് പോയി. ഞങ്ങൾ അന്നേരം ഇൻസ്റ്റാഗ്രാമില് 32 വീഡിയോ ചെയ്തു. ആ സമയത്തേക്ക് 432 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ടോട്ടൽ. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഇതൊന്നും ശരിയായില്ല ഇട്ടിട്ട് ഞാനും അവനും പറഞ്ഞു ഒരു 500 അവർക്ക് ചെയ്യാം. അടുത്ത വീഡിയോ ഇട്ട് ഞങ്ങൾ ക്ലിക്കായി. അല്ല അത് മാത്രല്ല, ആ ഗ്രൂപ്പില്ല, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാം ലെഫ്റ്റ് അടിച്ചു പോയി. ആകെ 4 പേരുള്ള ഗ്രൂപ്പിൽ 2 പേര് നമ്മളിങ്ങനെ വന്ന് അതാണ് ഞങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ഒക്കെ കൊണ്ട് ഡെഡിക്കേഷൻ എഫേർട്സ് എല്ലാം കൊണ്ട് ഞങ്ങളിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നു. ഭയങ്കര ഞങ്ങൾ പോലും ആച്ചു. കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ അറിയാം എന്ത് ആവശ്യം. ഇപ്പൊ നമ്മളെക്കാൾ തുടങ്ങിയ വേറെ ചാനലുണ്ട്, അതൊക്കെ വെച്ചിട്ടല്ലേ കമ്പയർ ചെയ്യാം. അവരൊക്കെ കണ്ടിട്ടാണ് എവിടെ എത്താൻ അങ്ങനെ കമന്റ് സെക്ഷനിലൊക്കെ വന്ന് പറയും. നമുക്ക് ഭയങ്കര ഹാർട്ട് ചെയ്യും. പക്ഷെ നമ്മളതൊക്കെ പിൻ ചെയ്ത് വെച്ചു. ഇപ്പം അന്ന് നമ്മളെ മോശം പറഞ്ഞവരൊക്കെ നമ്മളെ ഫാനായി പോകും. സന്തോഷം. തിരിച്ചു പറയോ നെഗറ്റീവ് കമന്റ്സിന്? ഇവൻ പറയും ഞാൻ മുണ്ടറില്ല, ഞാൻ പറയും, ഞാൻ മൈൻഡ് ആക്കല്ല, അതിനാവശ്യമില്ലല്ലോ. എന്താ നമുക്ക് ഈ 1.5 മിനിറ്റ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഇതിന് അതിന്റെ കഷ്ടപ്പാടുണ്ടല്ലോ, നല്ലപോലെ കഷ്ടപ്പാടുണ്ട്. പിന്നെ നമ്മൾ ഈ പരസ്യം പ്രൊമോഷൻ ചെയ്യുന്ന സമയത്താണ് വന്നിട്ട് ഇവൻ തുടങ്ങിയ പരസ്യം ഈ 1.5 മിനിറ്റില് നമ്മൾ മറ്റുള്ളവരെ പോലെ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടാണ് പരസ്യം പറയാം. അപ്പൊ അതിന് കഷ്ടപ്പാടുണ്ട്. പിന്നെ ഈ ചിരിപ്പിച്ചുകൊണ്ട് നമുക്ക് ചിരിക്കാനുള്ള അവസരം ഉണ്ട്. ബാങ്കിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഈ ചിരിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടാ, അല്ലെങ്കിൽ 1.5 മിനിറ്റ് വീഡിയോ എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അതിനെ പ്രൊമോഷൻ ചെയ്യും, തുച്ഛമായ കുറച്ച് പൈസ കിട്ടും. അതിന് ഞാൻ എൻ്റെ കുടുംബം കഴിഞ്ഞു. ഫേസ്ബുക്ക് അറിയാലോ, നമ്മുടെ നല്ല ആൾക്കാരുണ്ട്, വളരെ നല്ല ആൾക്കാരുണ്ട്. കുറച്ച് തന്തയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ മോശമായിട്ടുള്ള അത് അതിന്റെ പ്രൊഫൈലിനൊക്കെ ചെമ്പരത്തിപ്പൂവ്, തക്കാളി ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് ജെന്യൂൻ ആയിട്ടുള്ള എല്ലാം അറിയാം. അപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്ക്, ഇതുപോലെ പക്ഷെ തെറി പറഞ്ഞില്ല. ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല, സഭ്യമായ രീതിയിൽ. ഏറ്റവും മോശം ഓർത്ത് വെക്കണ കമന്റ് അത് വിജയശേഖരന്റെ അഭിനയം കൊള്ളാന്ന് പറഞ്ഞൊരു കമന്റ് ഞാൻ അന്നേരം പറഞ്ഞു. അല്ല അക്കൗണ്ട് വെച്ചാൽ വിജേഷിനോട് ചില ആൾക്കാർ അറിയാം, വീഡിയോ കാണാറുണ്ട്, അടിപൊളിയായിട്ടാണ്, മറ്റേ പുള്ളി സൂപ്പറാ, ബ്ലോക്ക് ചെയ്തു എന്നെ കുറിച്ച് പറഞ്ഞപ്പോ ബ്ലോക്ക് ചെയ്തു. സ്റ്റാർട്ടിംഗ് ഡാനിയോട് പറയുന്നുണ്ടല്ലേ, സ്റ്റാർട്ടിംഗിലെ പ്രശ്നമായിരുന്നു. അത് നമ്മളെ കണ്ടന്റ് ആക്കി, ചില ആൾക്കാരുണ്ട് ഈ പല്ലി എന്നുള്ള പേര് എന്തിനിടുന്ന മോശം പേരാട്ടോ. അപ്പൊ ഇവന്റെ ആരുടെയും വട്ടപ്പേര ഇത് എല്ലാ ദിവസം തെറിയൊക്കെ പറഞ്ഞിട്ട് ടീ മാറ്റാ പേരെന്ന് പറഞ്ഞു, അത് നമ്മൾ കണ്ടന്റ് ആക്കി ഇട്ടു. ആ കണ്ടന്റ് തൊട്ടിട്ട് അവൻ പിന്നെ കമന്റ് ഇട്ടിട്ടില്ല, എവിടെയോ പോയി ജീവിക്കാൻ. ഏറ്റവും കൂടുതൽ കമന്റ് റിപ്ലൈ കൊടുക്കുന്ന വിജയല്ലേ? വിജയ് പറയരുത്, അത് വേറെ എല്ലാം ഞാൻ നോക്കും. നല്ല നല്ല പെൺകുട്ടികൾക്ക് മാത്രം കമന്റ് റിപ്ലൈ കൊടുക്കില്ല. ഇതാരെ കൈകാര്യം ചെയ്യണേ? ഇവൻ തന്നെ 99 അങ്ങനെ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കണം, എല്ലാവരും കൊടുക്കും, മാക്സിമം ടൈം ഉണ്ടെ കൊടുക്കും. ഞാൻ കൊടുക്കണ്ട എല്ലാവരും.
കുട്ടൻ കുട്ടൻ കൊടുക്കും ഞാൻ വായിക്കല്ലേ അവർക്കൊരു സന്തോഷമില്ല അവരുടെ സമയം മെനക്കെട്ടിട്ടാണ് നമുക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. നല്ല നല്ല കമന്റ് വന്നത് ഞാൻ ഗ്രൂപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കും. നമ്മൾ വായിച്ച കമന്റ് കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് തന്നെ വായിക്കാതെ അവര് ഒന്ന് വായിച്ചോട്ടെ. ഓർത്ത് വെക്കാനായിട്ട് മോശമുള്ള കമന്റ് അങ്ങനെയൊന്നും വന്നില്ല. മറ്റുള്ള വീഡിയോസിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഉണ്ടാവൂല്ലോ. അല്ല ചില പിന്നെ അത് എന്താ പറയാ സ്വാഭാവികമായിട്ടും അത് വേറെ ഉണ്ട്. നമ്മളെ നെഗറ്റീവ് പറഞ്ഞാൽ അത് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. പോസിറ്റീവ് എടുക്കുക, കാരണം പോസിറ്റീവ് നമുക്ക് ആർക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. നെഗറ്റീവ് കണ്ടാൽ ഞങ്ങൾ അത് എടുത്തിട്ട് ടിക്ടോക്ക് ഒക്കെ ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടോ? അത് നല്ല വൈറലൊക്കെ ആയിരുന്നു. ടിക്ടോക്കിംഗ് ആയിരുന്നു. ഇവരുണ്ടാവും. ആണോ? ആ സമയത്ത് ചെയ്യലുണ്ട്. ആ സമയത്ത് ആ ഒരു ഇതാണല്ലോ അന്നേരം ലൈക്കല്ലേ കിട്ടാ. ഫോളോവേഴ്സ് എത്ര ഉണ്ടായിരുന്നു? ഫോളോവേഴ്സ് 48.5 ടിക്ടോക്കില്. ഇപ്പൊ ടിക്ടോക്ക് ഇല്ലാത്തോണ്ട് ആ സമയത്തുണ്ട് ടിക്ടോക്കിൽ. ഇൻസ്റ്റാഗ്രാമല്ല, ടിക്ടോക്കിൽ വേഗം കയറും ആ സമയത്ത്. പിന്നെ ബാൻ ആയപ്പോ മെയിനായിട്ട് ബാൻ ആവാൻ കാരണം അതാ. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലാണെങ്കിൽ അവിടെ കമന്റുകൾ കൂടുതൽ വരും. ഫേസ്ബുക്ക് വേറെ ഉണ്ട്. ഫേസ്ബുക്കില് കുറച്ച് ആധികാരികമായിട്ടില്ല ആൾക്കാർ നോക്കാം. മറ്റേത് ചിൽ മോഡിൽ കണ്ട് അതങ്ങ് വിട്ടു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽ ഒരു പ്രായമുള്ള ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ഇതെന്തു കാണിക്കുന്നത് ഇപ്പൊ കമന്റ് ഇടും. നാട്ടിലെ എല്ലാരും പുറത്തിറങ്ങുമ്പോ എത്രയോ പേര് ബഹുമാനിക്കുന്ന മൂന്നാളെ പറഞ്ഞത്. അതെ, മൂന്നാളെ പറഞ്ഞത്. അച്ഛൻ, അമ്മ, ഞാനല്ല. ഇവനെ വീട്ടിന്റെ പുറത്ത് ആരും കാണാറില്ല. ഒന്ന് ചെല്ലുമ്പോ രാത്രിയാവും. പകലിടന്ന് ഉറങ്ങും, രാത്രി പുറത്തിറങ്ങും, രാത്രി ചെല്ലും. ഇതിന്റെ ഇടയിൽ ഏത് നാട്ടുകാരെ തന്നെ ബഹുമാനിക്കാൻ അയൽവക്കായി എനക്കെന്നെ അറിയില്ല. ഞാൻ ഈ പള്ളിയിലോട്ട് വന്നിട്ട് ഇവനെ അറിയാം. 200 മീറ്റർ ഡിഫറൻസിലാണ് ഇവരുടെ വീട് എടുക്കുന്നത്. പക്ഷേ പള്ളിയിൽ വന്നതിന് ശേഷം ഇങ്ങനെ എന്താ പേര് അമ്മല് ഇവിടെ കുഞ്ഞാട ഇയാളുടെ നാരായണേട്ടൻ അറിയോ? നാരായണ മോനെ അതെയോ പറഞ്ഞു വരുമ്പോ ഇവന്റെ വീടിന്റെ പുറകിലാതെ ഇവരെ വീട്. വെറുതെ ഈ ഏട്ടൻ ജാടയായിരുന്നു. സനേഷേട്ടൻ പറഞ്ഞ എന്റെ നാട്ടിലൊരു അമലുണ്ട് ക്യാമറ ചെയ്യുന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനക്കറിയില്ല നോക്കാന്ന്. അങ്ങനെ വീട് വരുത്തി പോരാന്ന്. ഇവന് അച്ഛനെ അറിയാം, ഇവനെ എനക്കറിയില്ല. പക്ഷെ ക്യാമറ എടുത്തിട്ട് നടക്കുക. ക്യാമറമാനാന്ന് പറയണ്ടില്ല. ക്യാമറ ലീവ് അടക്കുമ്പോൾ ഇങ്ങനെ ക്യാമറ എടുത്ത്. അതെ. പിന്നെ ഇപ്പൊ ക്യാമറയുടെ ബാഗ് ഇപ്പൊ നമുക്ക് കോസ്റ്റ്യൂം അതിപ്പോ കോസ്റ്റ്യൂം കൊണ്ട് എടുക്കാനായി. കുഴപ്പമില്ല. നല്ല കലാകാരനാ. എവിടെയോ മുരടിച്ചു പോയിന്നുള്ളൂ. നല്ല കലാകാരനാ. ആളെ മാറ്റി നമ്മൾ ഓരോ ദിവസം സ്ഥിരം വേട്ടവർക്ക്. ഇത് ആരുടെ തലയിൽ ഉദിച്ചതാണ് ഈ പല്ലി എന്നുള്ള പേര്? വലിയ സനേഷിന്റെ ഇതെന്താ പല്ലി? അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ, വെറുതെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് മലയാളിയൊക്കെ കോമൺ ആയിട്ട് ഒരു പേര് വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് നിന്നപ്പോ ഇങ്ങനെ സാധനം വന്നപ്പോ ഇങ്ങനെ പല്ലി. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ പല്ലി എന്നുള്ള ഫോണ്ട് ഇങ്ങനെ എഴുതി. സീരിയസ്ലി. പിന്നെ ഭാവിയിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കണ്ടുപിടിച്ച കുറെ ഉത്തരങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പല്ലി എന്ന് പറയുന്നത് ഞാൻ പറയാം സത്യം വിളിച്ചു പറയുന്ന ഒരു ജീവിയാണ്. മെയിനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോൾ സത്യം ഇങ്ങനെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തെ അടുപ്പിക്കാതെ അങ്ങനെ പറയല്ലോ. അപ്പൊ പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി വാല് മുറിച്ച് കളയുന്ന ഒരു സാധനമാണിത്. ജീവൻ എന്താ പറയാ ഹാനില്ലാത്ത തരത്തിലൊക്കെ അങ്ങനെയുള്ളൊരു സാധനമാണ് നമ്മുടെ പല്ലിയും. ഞങ്ങളെല്ലാം പറയും, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ അതിന് സിംബോളിക് ആയിട്ട് പല്ലി എന്നുള്ളത് ഓപ്റ്റ് ചെയ്തു. ഇതിന്റെ കഥകള് ഞാനും വിജേഷും കൂടിയാണ് ഇങ്ങനെ പറയും. ഓരോ കണ്ടന്റ് ഇങ്ങനെ പറയും. സ്ക്രിപ്റ്റഡ് അല്ല, ഞമ്മളല്ല നമ്മള്. എന്നിട്ട് ഒരു കൗണ്ടർ വരും, ഒരു തഗ്. അങ്ങനെ ഞാൻ കൊടുത്ത തഗ്ഗൊക്കെ കൊണ്ടുപോയി മറ്റേ വിഷം കുടിക്കുന്നത് അത് ഞാൻ പറയണ്ടല്ലേ, ഇവര് പറയണ്ടാണെന്നല്ല. ഇവര് പറയുന്നില്ല, ഞാൻ തന്നെ. ഒന്ന് പറയ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ ഫിലിം സിറ്റി. ഇതെന്താ പറയാ, ഇവിടെ വെച്ചാൽ മെയിൻ ആയിട്ട് ആൾക്കാർ കുറവാണ്. പിന്നെ നമുക്ക് വലിയ വേറെ ബഹളം കാര്യങ്ങളൊന്നും ഇല്ല. ഒച്ചപ്പാടൊന്നുമില്ല. പിന്നെ വേറെ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയം നമുക്ക് ഇഷ്ടമല്ലേ. ഇവിടെ നാകുമ്പോ ഇതിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ, ഒരു എപ്പിസോഡ് അവിടെ, ഒരു എപ്പിസോഡ് ആ റോഡില്, പിന്നെ അങ്ങ് വയലിൽ. അപ്പുറത്തേക്ക് ഒരു കിണറിന്റെ ഓപ്പണിംഗ് ഭംഗിയുള്ളൊരു. ഇത് വൈഫിന്റെ തറവാടാണ്, ചന്ദ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റ് ആണ്. ഇപ്പൊ
ആൾത്താമസം അതൊന്ന് ബൂസ്റ്റ് ചെയ്തോട്ടെ. അതെ. ഇത് ട്രസ്റ്റിനോടൊക്കെ ചോദിച്ചിട്ട് അനുവാദം എടുത്ത് ചെയ്യണം. അതൊന്നുമില്ല, അത് പെട്ടെന്ന് തീർക്കണോ അതുകൊണ്ട് ടൈം കുറച്ച് തരുള്ളൂന്ന്. നിങ്ങക്ക് നല്ലൊരു ആശയമുള്ള സ്ഥലം. ഇത് നമ്മള് ഫസ്റ്റ് അല്ല വൈറലായത്തെ ആദ്യത്തെ എപ്പിസോഡ് വിടുന്നത്. എത്ര മില്യൺ വ്യൂസ് ഉണ്ട് ഇപ്പോ ടോട്ടലി എത്രയായി? ടോട്ടൽ വീഡിയോസാ ടോട്ടൽ കുറേ അങ്ങനെയുണ്ടപ്പോ 5.6 അങ്ങനെയൊക്കെ 1 മില്യൺ അടിച്ച കുറേ ഉണ്ട്. മില്യൺ നിങ്ങൾ നോക്കോ എത്രയായി റീച്ച് എന്നുള്ള എല്ലാരും നോക്കും. അത് നമ്മളിങ്ങനെ ഷെയർ ചെയ്യും. ഇത് എങ്ങനെയും ബൂസ്റ്റ് ചെയ്യാനുള്ള നിങ്ങൾ സമയമൊക്കെ നോക്കി അങ്ങനെയാണോ ഇത്? ഒന്നുമില്ല, അങ്ങനെ ബോധനൊന്നും അതിനായിട്ട് അങ്ങനെ ഒരു സമയം ഞങ്ങൾക്ക് അതിനുള്ള ബുദ്ധി ഇല്ല. അങ്ങനെ എന്താ ആദ്യം ഞങ്ങൾ തിങ്കളാഴ്ച 9 മണി ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. നമ്മള് ചിലപ്പം എഴുന്നേറ്റ് വരുമ്പോ 10 മണിയൊക്കെ ആവും. ഇത് പിന്നെ എല്ലൊക്കെ തേച്ച് 11 മണി, പിന്നെ ആരിടാനാ? അപ്പം ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ്, ഞായറാഴ്ച നമുക്ക് ഉറങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ദിവസം ഞായറാഴ്ചയാണ്, അന്ന് ഉറങ്ങാനും പറ്റില്ല. രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട്, അപ്പം ഞായറാഴ്ച ഒബ്വിയസ്ലി ഫ്രീ ആണല്ലോ എല്ലാവരും. അപ്പം ആ സമയത്ത് ചില സമയത്ത് കയറിപ്പോ ഇതിനിടയ്ക്കല്ലേ ലാസ്റ്റ് നമ്മൾ ഏതാ ഒരു ക്രിക്കറ്റിന്റെ ഒരു സാധനം അല്ലേ, അതൊക്കെ നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്തു ഷൂട്ട് ചെയ്തിട്ടൊരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിന് കയറി 500 കേക്ക് അങ്ങനെ പോകുന്നു. അത് ഭയങ്കര, അത് 4.8 മില്യൺ അങ്ങനെ. അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം കയറി ഒരു 4 മില്യന്റെ മുകളിൽ പോയി. യൂട്യൂബിൽ ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ, ഇടണമെന്നുണ്ട്. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈൻഡിൽ. ഞാൻ പറയാം സ്ക്രിപ്റ്റഡ് അല്ല, നമ്മള് മൈൻഡിൽ ഫുള്ളുണ്ട്, അങ്ങനെ സ്റ്റോറി സീൻ ബൈ സീൻ ഉണ്ട്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മടി കാരണം എടുക്കാൻ അറിവില്ലാത്ത ക്യാമറമാൻ ഉള്ളതുകൊണ്ടാണ്. അല്ല, നിങ്ങളെല്ലാരും അഭിനയാണല്ലോ അല്ലേ? സ്ക്രീനിൽ വരാത്തവരെടുക്കും, അങ്ങനെ മാറി മാറി എടുക്കും അങ്ങനെ. എഡിറ്റിംഗ് ആരാ? ചോദിക്കണേ ഞാൻ തന്നെ. അത് ലാസ്റ്റ് ഇന്റർവ്യൂടെ ലാസ്റ്റിംഗ് കുറച്ചൊക്കെ വിശേഷം എടുത്തല്ലേ ഈ പഠിക്കും. അല്ല, ഞാൻ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. ഭീകര എഡിറ്റിംഗ്, ചിങ്കുട് മോൾ എഡിറ്റിംഗ്. പാവുണ്ട്. അല്ല, അത് അവൻ എഡിറ്റിംഗ് എല്ലാം ചെയ്യും. ഞാൻ ഷൂട്ടിന്റെ സമയത്തൊക്കെ അവൻ എഡിറ്റ് ചെയ്തു. അല്ല, ഷൂട്ടിന്റെ കഥകൾ പറഞ്ഞില്ല. ഷൂട്ട് സിനിമയിലേക്ക് എത്തിയ ഒരാളാണ് എന്റെ കൂടെ. സിനിമയിൽ പല്ലിന്ന് കണ്ടിട്ട് തന്നെ വിളി വന്നു അല്ലേ? അല്ല, ആദ്യം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് പല്ലി കാണുന്നത്. അതിന്റെ ഒരു കഥ എന്താ വെച്ചാല്, ഞാൻ ഒരു ജാതി യാതൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് പാക്കപ്പിന്റെ സമയത്ത് ഞാൻ രാജ് മണ്ടോടി എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളിയോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഉപദേശം തരാം. അപ്പം എന്നോട് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വൾഗറല്ലാത്ത രീതിയിൽ വീഡിയോസ് ചെയ്യുക, അപ്പം ആൾക്കാർ സ്വീകരിക്കും, പിന്നെ ചാൻസൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഇങ്ങനെ പല്ലിന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങണമെന്ന് തീരുമാനിച്ച അപ്പോഴാണ്. പിന്നെ ഇതിങ്ങനെ തുടങ്ങി പുള്ളി പറഞ്ഞ പോലെ കുറച്ചൊരു ആദ്യമൊക്കെ സ്ട്രഗിൾ ചെയ്തു, പിന്നെ പെട്ടെന്ന് കയറി. പിന്നെ ഇപ്പം പ്രകമ്പനം എന്നൊരു സിനിമ ചെയ്തു, വിജേഷ് പണത്തൂർ സംവിധാനം ചെയ്ത ഗണപതി സാഗർ സൂര്യാമീനൊക്കെ ഉള്ള. അതിനകത്ത് പല്ലി കണ്ടിട്ട് വിളിച്ചാണ്, പല്ലിയിൽ അതേ ക്യാരക്ടറാണ്. ഒന്ന് കണ്ണൂർ സ്ലാങ്, പിന്നെ ഒരു തല്ലിപ്പൊളി. നമുക്ക് കൂടുതലായിട്ട് കൈ നിറേണ്ട ആവശ്യമൊന്നുമില്ല, എന്താണോ ജീവിതത്തിൽ അത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇപ്പം ചെയ്തിട്ടുള്ളത് ബാലൻ ദ ബോയ്, ചിദംബരത്തിന്റെ സമയമാണ്. AVN പിന്നെ തെസ്പിയൻ്റെ ഒക്കെ ഉള്ള. ഇത് പ്രകമ്പനം ജനുവരി 23-ന്, ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ടുണ്ടാവും. 2026 തുടങ്ങുന്നത് സിനിമകളുടെ ഒരു സിനിമാ നടൻ ഫുൾ ടൈം ആണോ മൂവിയില്? നല്ലൊരു അടിപൊളി. ബാലനിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരു 10-40 ദിവസം ഷൂട്ട് ചെയ്ത ഒരു വഴിപോക്കൻ്റെ. ബാലനിൽ വഴിപോക്കനാന്ന് പറഞ്ഞിട്ട് പോയതാണ്, പക്ഷെങ്കിൽ വണ്ടി വരുന്നു കൊണ്ടുപോകുന്നു, വണ്ടി വരുന്നു കൊണ്ടുപോകുന്നു, എന്താ മനസ്സിലില്ല. പ്രൊഡക്ഷൻ വണ്ടി ഇവിടെ വരും, കൂട്ടിക്കൊണ്ടുപോകും. റിസോർട്ടിലേക്കും തിരിച്ച. ക്ലൈമറ്റ് അങ്ങനെ ആയിരുന്നില്ല, മഴയൊക്കെ ഉണ്ട്, ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞിട്ട് പോയി എന്താ റോള് ചോദിച്ചാൽ ഒരു വഴി വെക്കണ്ട, ഗണപതി വിളിച്ചെന്നെ ആക്ടർ. അപ്പം ഗണപതി വിളിച്ചിട്ടുണ്ടോ സനീഷിന്റെ സാധനം ഞാൻ ചെയ്യണം, ഒറ്റ ദിവസം ഉള്ളു, ഞങ്ങൾ കുഴപ്പമില്ല പോയി. ആദ്യത്തെ 2 ദിവസം ഷൂട്ട് ചെയ്തു, പിന്നെ കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ച് ഒരു 3 ദിവസം ഷൂട്ട് ചെയ്തു. നിന്റെ വേഷം എന്താ? ഞാൻ വഴിപോക്കാൻ. അപ്പൊ തലയാട്ടിട്ട് വഴിപോക്ക എല്ലാ 6 ദിവസം പോയി. അവിടെ മഴയായിരുന്നു, അപ്പൊ ആ റിസോർട്ടിൽ തന്നെ നിന്ന് 6 ദിവസം സ്റ്റേ ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ പോയി 2 ദിവസം, പിന്നെ 1 ദിവസം പോയി. അപ്പൊ ഇവനിച്ചു സത്യം പറയും, ഇത് എന്ത് വഴി വെക്കാണ്? 40 ദിവസം ഷൂട്ടിൽ എന്തൊരു വഴി വെക്കാണ്? വയനാട്. ഇവനും പോയി, ഇവനും വന്നു. എനിക്ക് 1 ദിവസം ഷൂട്ടിന് പോയപ്പോ പനിയായിരുന്നു, അപ്പൊ ഇവനെ കൂട്ടിന് വിളിച്ചു.
പിന്നെ അവിടെ നടന്നത് അത് നല്ലൊരു അനുഭവമാണ്. ആണോ? നല്ല അനുഭവമാണ്. വീഡിയോസ് എല്ലാം കണ്ടില്ല ലൈവായിട്ട് ഇവിടെ ഗ്രൂപ്പിലെല്ലാം ഉണ്ടായിരുന്നു. അത് ഇതാ ഇത് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ യുവാവിന്റെ അല്ലേ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അതുപോലെ എനിക്ക് പനി വന്നതോ ഞാൻ ഛർദ്ദിച്ചതോ ഒന്നും ഇവനറിയില്ല. ഇവൻ കിടന്ന് ഉറങ്ങിപ്പോയി. അല്ല ഇവരെല്ലാം തുറന്നു പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളുണ്ട്. അതിന് ഇങ്ങനെയായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഉറങ്ങുന്നറിയ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കണം തോന്നി. ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ ഛർദ്ദിച്ച് പുറത്തിറങ്ങി ഡാനി ഇങ്ങനെ നിൽക്കണേ. ഞാൻ ആദ്യമായിട്ട് ഇവന്റെ കൂടെ കിടന്നുറങ്ങുന്നത്. ഇവന്റെ എനിക്കറിയില്ലോ. അപ്പൊ ഇങ്ങനെയായിട്ട് അപ്പൊ ഇവരെ ഗ്രൂപ്പിൽ നിന്നൊക്കെ മെസ്സേജ് ഇങ്ങനെ അറിയാം ഭയങ്കര ഭയങ്കരമായിട്ട് ഒരു ഡയലോഗിന് വേണ്ടി നീ പുള്ളിയുടെ കൂടെ കിടക്കാൻ പോയി. ഇവന് ഞാൻ ഒപ്പല കിടക്കുന്നേ. അപ്പൊ ഭയങ്കര ക്ഷീണം. ഞാനോർത്താ ഇവൻ നോക്കല്ലേ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചടാ നിനക്ക് ക്ഷീണുണ്ടോ? ഇങ്ങനെ അപ്പൊ ഞാൻ അടുത്തോട്ട് നോക്കി ഡാനി ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ ഉറങ്ങാ. ഞാൻ രാവിലെ പിന്നെ വിളിച്ചു നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഛർദ്ദിക്ക് അറിഞ്ഞില്ല കേട്ടോ കൂടെ കിടക്കുമ്പോന്നാ. ഇതിന് വേറെ ആരുമില്ല സിനിമ മോഹമുള്ളവര്? അല്ല സിനിമ മോഹല്ല അപ്രതീക്ഷിതമായിട്ട് തണുപ്പ് നട്ട് രാകേഷ് നാരായണ ദാദാ ഫാൽക്കന് അവാർഡെല്ലാം കിട്ടിയിരുന്നു. ഇവനല്ല പടത്തിന് അവർക്ക് അനക്കല്ല സംവിധായകര്. അതേപോലെ ആദ്യമായിട്ടാണ് ഓരോ ക്യാമറക്ക് മുന്നിൽ വന്നേ ഒരു ഷോർട്ട് ഫിലിം ഇതിന് പ്രണയവും മീൻകറി എന്നിട്ട് അതില് മീൻകറി ഇവനാ. അതിനകത്ത് മമ്മൂക്കിയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. ആണോ? ഞാനൊരു ഓട്ടോ പോയി തിരിച്ചു വരുമ്പോ ഇവരൊരു പീടിയെന്ന് ലൈം കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ താച്ചെല്ലാം അങ്ങനെ വിളിച്ചാ. അത് ഭയങ്കര വൈറൽ എപ്പിസോഡ്. ഞാൻ വന്നേരാണ് ഐശ്വര്യായി. അങ്ങനെയാണ് വന്നത്. ഇവൻ വന്നതിന് ശേഷം സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യം ഇവൻ വന്നതിന് ശേഷം എന്റെ BP നോർമൽ ലെവലിൽ ഹൈ ആയി. ഹൈ ലെവലിൽ ഒരു ചെറിയ ഡയലോഗ് എന്നാ നിങ്ങൾ പോയിക്കോ. ഈ ഡയലോഗ് ഇവൻ 10 വേർഷനിൽ പറയും. നമുക്ക് ആവശ്യമുള്ള വേർഷൻ വെച്ചു നിങ്ങൾ പോയിക്കോ അങ്ങനെയൊക്കെ പറയും. നമുക്ക് ആവശ്യമുള്ള സാധനം അതിനകത്തുണ്ടായില്ല. ഇപ്പൊ പലതരത്തിൽ പറഞ്ഞു ചീത്തൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി അപ്പുറം പോയിട്ട് വിജേഷ് വരും. ഇതെല്ലാം ഇതിന്റെ കോഡല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് സമയത്ത് വിജേഷ് ഇവര് ഷൂട്ട് ചെയ്യാ. അപ്പൊ എനിക്കറിയണല്ലേ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. വിജേഷ് ഇവന്മാരെ കൊണ്ട് ഞാൻ നിൽക്കൂല ഈ പരിപാടിക്ക്. നീ വേറെ ഉണ്ട് തുടക്കത്തിലുണ്ടായിരുന്ന കുറെ ആൾക്കാർ. ഇവൻ എന്ത് പറയാൻ നെഗറ്റീവ് പറയും വന്നവിടെ. ഇവൻ ഡാനി അയ്യോ അത് ശരിയാവില്ല. അയ്യോ അത് ഭയങ്കര വൈറലിൽ പോയത്. അത് വൈറലാവും. ഈ പറയുന്ന എപ്പിസോഡൊക്കെ വൈറലാവും. ഒരു സാധനം ഞാൻ എന്തെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു. അയ്യോ വേണ്ട 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 ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് എന്റെ അഭിനയം ബോറാന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ മിററിനകത്ത് കാണിക്കുന്ന സാധനം ഇതാണെന്ന് കാണിക്കാൻ പറ്റും. അയ്യോ വേണ്ട സംശയം അങ്ങനെ ഇങ്ങനെ ഇതങ്ങ് വൈറലായി ഇപ്പം വിളിച്ചിട്ട് പറയാം കുറച്ചും കൂടി അഭിനയിക്കായിരുന്നില്ലേ. അത്ര മിടുക്കനാണ്. നല്ല കഴിവുണ്ട്. ഞാനോ ഞാൻ പറയില്ല ക്യാമറക്ക് പിന്നിൽ അവിടെ ചായ കിട്ടുക അഭിനയിച്ചിട്ട് ചായ സിനിമ മോഹം വേണ്ടെന്ന് വെച്ചാണോ? വേണ്ട വെച്ചില്ല. സിനിമ റീൽസ് മതിയല്ലോ. റീൽസിന് ഏതാണ്ട് അതല്ല സിനിമ തന്നിട്ടുള്ള എന്താ ചില സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള കുറച്ചൊരു ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ഓർമ്മകൾ ഇവിടെ പറയുന്നില്ല. വലിയ സിനിമകളിൽ നിന്നൊക്കെ നമുക്ക് എനിക്ക് വിജയിച്ചു ഞാൻ അവനും പോയ സമയത്തൊക്കെ നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളെ എന്താ പറയാ മെന്റലി ഭയങ്കര ടോർച്ചർ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ സിനിമ ഫീൽഡിലും അത് ഇതിങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കണം കേട്ടോ. അങ്ങനെ എഡിറ്റ് ചെയ്യണേ. ഓഡിഷന് പോയി ഞാനും ഇവനും അവനും ഞങ്ങളെ വേറൊരു അവിടെ പോയേക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് ഫണ്ണായിട്ട് പോകും. കോമഡി ഉത്സവത്തിന്റെ എപ്പിസോഡ് അതിനുവേണ്ടി പോകുന്നതാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് തൃശ്ശൂര് മറ്റേ കേരള സംഗീത നാടക അക്കാദമിയുടെ അവിടെ പോയപ്പം ടോക്കൺ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ടോക്കൺ എനിക്ക് ആദ്യത്തെ ടോക്കൺ തന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ തെറ്റിയാണെന്ന് 860 1000-2000 മേലെ ആൾക്കാരുണ്ട്. ഓപ്പൺ ഓഡിഷൻ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓഡിഷൻ. അപ്പൊ ഞാനും വേറൊരു കൂട്ടുകാരുണ്ട്. നമ്മള് 3 പേരുണ്ട് പറയാം സാബു നിന്നിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ നിന്നിട്ട് നോക്കുമ്പോ അങ്ങനെ ഓരോ കൗണ്ടറായിട്ട് ഇങ്ങനെ ചെയ്യല്ലേ. അവിടെ നിന്നൊരു ശബ്ദം അസമയത്തൊരു പെൺകുട്ടി മിമിക്രിയാ. ചേട്ടാ ഈ ശബ്ദം എവിടെ കിട്ടുന്നില്ല. അപ്പൊ ആ ഡയറക്ടർ ഞങ്ങളെ ഓഡിഷൻ ചെയ്തത് എന്താ ചേട്ടാ എന്ത് പ്രശ്നം? നമ്മൾ 1 മിനിറ്റ് എവിടെയാ കാണുന്നത് അവിടെ നിന്ന് എടുത്ത് മിമിക്രി എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അവന് മിമിക്രി ചെയ്യലുണ്ട്. അപ്പൊ ചെയ്ത് അത്ര ആക്ച്വലി ഓഡീഷന് പോകുമ്പോ അവര് പറയോ പിന്നെ അല്ല ഇപ്പൊ കുറെ മാറി കേട്ടാ. എന്താ പറയാ ആദ്യം എന്തെങ്കിലും പ്ലാൻ ആണോ എന്ന് ചോദിക്കും. പ്ലാൻ ചെയ്തിട്ടാണോ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ പറയല്ലോ. സ്ഥിരമായിട്ട് ഇതില് മെയിൻ ആയിട്ടുള്ള നമുക്ക് തരുന്ന സിറ്റുവേഷൻ ആണ്
നിങ്ങൾ രണ്ടുപേരുണ്ടൊക്കെ നിങ്ങളുടെ ആത്മാർത്ഥ കൂട്ടുകാരൻ മരിച്ചു, ഇതൊന്നും അറിയിക്കും, ഇത് തന്നെ ആയിരിക്കും. അതാണ് കോമഡി ഇതിൻ്റെ അകത്ത്. പക്ഷേ അപ്പം ഇവനും ഞാനും കൂടെ അപ്പോൾ ഇവന് ഓഡീഷൻ ചെയ്യാം, എൻ്റെ കൂടെ മറ്റവരുണ്ടല്ലോ, അപ്പം മറ്റവർ ഈ സിറ്റുവേഷൻ നമുക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചു, പിന്നെ ഇതൊന്നും അഭിനയിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനല്ല, ഞാനിങ്ങനെ നിൽക്കുക, അപ്പോൾ അവൻ ഓടി വരുന്നു, എന്താ എടാ ഇതെങ്ങനെ പറയണം, ഞാൻ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു, വിജേഷ് മരിച്ചടാ, ഞാൻ ഒറ്റ ചിരി. സീരിയസ് ആയിട്ടാ എന്ത് ഞാൻ ഈ മരിച്ചെന്ന് പറയുന്നതാണ് അവിടെ കിടന്ന് മിമിക്രി കളിക്കുന്നത്. അതെയോ? ആ സമയത്ത് ഒരു പെൺകുട്ടി നന്നായിട്ട് മിമിക്രി ചെയ്യും. അല്ല അതവിടെ നിൽക്കട്ടെ, പക്ഷെ അല്ല അതവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാം. പക്ഷെ ഞാൻ ഓഡീഷന്റെ കാര്യം പറയുന്നത്, ഓഡീഷനിൽ ഒരിക്കലും ആർട്ടിസ്റ്റിന്റെ ഒരു എന്താ പറയുക ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടൂല, ഒരു ഡയറക്ടറും കിട്ടൂല. അതെല്ലാം വെറും നമ്മളെ പെർഫോമൻസ് സ്ക്രിപ്റ്റ് തരും നമുക്ക്. അപ്പൊ നമുക്ക് ഒരു ടാലന്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു സമയം മതി എന്നുള്ളൊരു തോട്ട് അവർക്കുണ്ട്. കുറച്ച് ടാലന്റ് ഉള്ള ഒരുത്തരാണെങ്കിൽ ഇന്ന സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞാൽ അവന്റേതായ രീതി പറയും. ഇപ്പൊ സമയം കൊടുക്കേണ്ട ഒരു സ്ക്രിപ്റ്റ്, അതിനകത്തുള്ള തന്നെ സ്ക്രിപ്റ്റ് തന്നിട്ട് നമുക്കൊരു ഒന്ന് ചർച്ച ചെയ്തിട്ട് വരാം. പിന്നെ ഞാൻ ഓഡീഷൻ പോയ മെയിൻ ആയിട്ട് വെച്ചാൽ നമുക്കിപ്പോൾ അധികം നമ്മൾ ഈ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് തെറി പറയാനുള്ള സമയം ഉണ്ടാവും. ഞാൻ അവിടെ ഭീകര തെറി പറയും. ഇതിനിടയ്ക്ക് കൂടെ സംഭവം നടന്നല്ലേ, ഞാൻ തെറി പറഞ്ഞ ഓഡീഷൻ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2-3 ഓഡീഷൻ ഞാൻ ശരിക്കും പൂര തെറി. ഞാൻ ആ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ആയിരിക്കും സാർ, ഇതാണ് വേണ്ടത്, അങ്ങനെ വേണം, അല്ലാണ്ട് നമ്മൾ ഉള്ളിൽ ഒതുക്കി പിടിക്കാൻ പാടില്ല. ഞാൻ ഒതുക്കൂല, ഞാൻ പൊട്ടിത്തെറിക്കും. മലബാർ സിനിമേന്റെ ഓഡീഷൻ ഇവന് തെറി പറഞ്ഞപ്പോ അവര് ബ്രേക്ക് പറഞ്ഞു, പേശയിലൊക്കെ ഒരു ചിരി അവര്. ഇതിനിടയ്ക്ക് എങ്ങനെ സംബന്ധിച്ചാൽ നമ്മള് ഇതുപോലെ തെറി പറഞ്ഞു, അപ്പൊ അവരൊക്കെ കൈയടിച്ച് ഞാൻ പുറത്തുനിന്ന്. അപ്പൊ വിജേഷ് അടുത്ത കാരന്റെ വിജേഷ എന്നോട് എന്താ അവിടെ ചീത്ത ഞാൻ തെറി പറഞ്ഞപ്പോ അവര് ഇഷ്ടമായി. ഇവന് വേറെ ഏതോ സിറ്റുവേഷൻ ഇവിടെ അവിടെ പോയി തെറി പറഞ്ഞു. ഇല്ല സീരിയലിൽ പോയിട്ടുണ്ടല്ലേ? അല്ല അങ്ങനെ റാണി രാജ സീരിയലാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, ഇപ്പം കാണാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, ആ ഒരു അവസരം വന്നപ്പോ ഞാൻ അത് ചെയ്തു. ഇനിയും സീരിയലിലാണോ കിട്ടുകയാണെങ്കിൽ ചെയ്യും, കിട്ടൂല. പ്രേക്ഷകരിലേക്ക് എത്താനുള്ള അങ്ങനെയല്ല, ഏജ്ഡ് ആയിട്ടുള്ളവർ മാത്രമല്ല ഇപ്പൊ അങ്ങനെ വാച്ച് ചെയ്യുന്നില്ല സീരിയല്. ബാക്കിയുള്ള നമ്മളെ ഒരു പ്രായമുള്ളവരൊന്നും ഇവൻ അങ്ങനെ രാൻഡിലവർ, അതുകൊണ്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവന്റെ ഒരു പരിപാടി. മാരീഡ് അല്ലേ? അല്ല അപ്പൊ പോയി മാർക്കറ്റ് ഇടിഞ്ഞു പോയി. ഇല്ല ഞാൻ അഭിനയിക്കുന്നില്ല, അത് നിർത്തി. അവർക്ക് അറിയില്ല, പല്ലി കൊണ്ട് തന്നെ തെളിയിച്ചില്ല അറിയില്ലാന്ന്. പല്ലി കണ്ടിട്ട് എത്രയോ ആൾക്കാർക്ക് അവസരം കിട്ടി, ഇവനെ മാത്രം എന്തുകൊണ്ട് വിളിക്കുന്നില്ല? എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അതൊരു ചോദ്യമാണ് ശരിക്കും. പല്ലിന് വേറെ അവസരം കിട്ടിയില്ല കേട്ടാ, അതൊരു ചോദ്യമല്ലേ ശരിക്കും. അല്ല അറിയാലോ, പല്ലി കാണുന്ന ആൾക്കാർക്ക് അറിയാലോ, ചെയ്യുന്ന ആൾക്കാർ ജെന്യൂൻ ആയിട്ട്. ഞാൻ എനിക്ക് വേറെ തന്നെ ചാനലുണ്ട്, അതുകൊണ്ട് അതുണ്ടോ? അയ്യോ പിള്ളേർക്കൊന്നും കാണാൻ പറ്റില്ല. ഈ ഹൃദ്രോഗമുള്ളവര്, ഗർഭിണികള്, പ്രായമുള്ളവര്. പിന്നെ ഇവന്റെ മണിക്കിൽ ഫേമസാ. അത് നോട്ടല്ലേ നന്ദനത്തിലത്തെ എവിടെയൊക്കെ വന്നിട്ടുണ്ട് മണികൊട്ടാൻ. ഓ അത് വല്ലാത്ത. അതിന്റെ ഇടയിൽ കമന്റുകളും അതല്ലേ, അവസാനത്തെ നോട്ടവും ചിരി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ കുടുംബത്തെ കയറ്റാൻ പറ്റാത്ത ഒരു അത് നല്ല രസമുണ്ട് സംഭവം. അത് രസമുണ്ടായിരുന്നു. താമസം മാറാൻ പോകൂടെ വലിയൊരുത്തോട്ട് ഒരു സ്ഥലമൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് മാറ്റാന്നുള്ള ഇതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ണൂർ സ്ലാങ് ആണ് കുറച്ച് ക്ലിക്കായി തോന്നി. ആ ഒരു സ്ലാങ് കൊണ്ട് കുറച്ചും കൂടെ ഒരു റീച്ച്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കണ്ണൂർ ഇത് ക്ലിക്കാവുന്നുള്ള അറിയില്ല, കാരണം നമ്മൾ വേറൊരു ചാനലിൽ പോയിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു കണ്ണൂർ സ്ലാങ് ക്ലിക്ക്. കാരണം കോഴിക്കോടൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള, പക്ഷെ നമ്മൾ തുടങ്ങിയപ്പോൾ ഇപ്പം തിരുവനന്തപുരം തൊട്ട് എല്ലാ കാസർഗോഡുകളിൽ എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. എല്ലാവർക്കും അറിയാം കണ്ണൂർ സ്ലാങ്ങിന് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലാവും. പക്ക കണ്ണൂർ ഭാഷ പറയാൻ തിരിയില്ലല്ലോ, ഭയങ്കര അത് വേറെ തന്നെ. അതാ മാന്യമായിട്ട് വിശട്ടപ്പോ തന്നെ മനസ്സിലായി. ഇങ്ങനെയല്ല ഇവരിങ്ങനെയല്ല. കണ്ണൂര് ഇതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങള് എന്തായാലും അവകാശപ്പെടും അല്ലേ. നമ്മള് ലാസ്റ്റ് ഇനി വീട്ടിലെ വിശേഷം ഓരോരുത്തരുടെയും വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടില് ഇവിടെ ഞാനും വൈഫും 2 മക്കളും. വൈഫ് നീതു ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ഓഫീസറാണ്. മൂത്തവൻ ശിവതേജ്, ഇളയവൻ ശ്രീതേജ്. മൂത്തവൻ 2ാം ക്ലാസ്സിൽ നിവേദയിൽ പഠിക്കുന്ന പിന്നാട്, മറ്റവൻ ബാലവാടിയിൽ. എൻ്റെ ഡാഡി മമ്മ സിസ്റ്റേഴ്സ്. എൻ്റെ ഡാഡിന്റെ സ്പെല്ലിംഗ്
ചേച്ചി ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ചേച്ചി ഇവന്റെ കൂടെ അഭിനയിക്കുന്നതിന്റെ പേരിൽ 3 കല്യാണാലോചന മുടങ്ങി. വാ തുറന്ന് ഇവന് അറിയാലോ സ്ക്രിപ്റ്റിൽ തെറി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ MDM ഷൈൻ ടോം ചക്കൊക്കെ ആലോചിച്ച് വന്നിട്ടുണ്ട്. പെണ്ണാണം വന്നിട്ട് മറ്റേ ചായക്ക് വരുന്നിട്ട് ഇതൊക്കെ പൊടിയും മറ്റേ അളിയൻ മോശാന്ന് പറഞ്ഞിട്ട് പോയി അല്ലേ? ഇനി അവിടെ അമ്മ, ഏട്ടൻ, അനിയത്തിയുണ്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ ഏട്ടത്തിയുണ്ട്, ഒരു ഭാവിയുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അച്ഛനും അമ്മ, ഏട്ടന്റെ ഭാര്യ, ഏട്ടന്റെ കൊച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. തറവാട്ടില്ല അവിടെ ഞാൻ, അമ്മ, 2 പെങ്ങന്മാര്, ഭാര്യ, 2 കുട്ടികൾ. കുട്ടികൾ എത്ര? പിന്നെ അമ്മായി കൂടി ഉണ്ട് കേട്ടോ. കുഞ്ഞു കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു പോവാ ഇപ്പൊ ഒരു 4 മാസം. പിന്നെ മോൻ അംഗൻവാടി പോകുന്നു. ഞാൻ എൻ്റെ ചെറിയൊരു ഫാമിലിയാണ്. ഞാനും അങ്ങനെ അധികം ആളൊന്നുമില്ല. 8 മക്കളും. ഇവന്റെ അമ്മ തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോയി. അങ്ങനെ എല്ലാ വർഷവും പ്രസവിക്കാൻ വന്നപ്പോ ലാസ്റ്റ് അവര് പറഞ്ഞു, അമ്മ കേൾക്കണം, ഞാൻ പ്രസവിക്കാൻ പോയപ്പോ അവര് പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്നിട്ട് ജോലി നോക്കിയപ്പോ അങ്ങനെ ജോലി കിട്ടിയ ആളാണ്. ഇപ്പം ഞാനും അമ്മയും മാത്രമേ കല്യാണം കഴിഞ്ഞില്ല. എന്റെ വൈഫ് 2 കുട്ടികൾ. സങ്കടം ആവാലോ. കുട്ടികൾ എത്രേ? ഒരാള് 5-ല്, മൂത്ത മോൻ 5-ല്, മോള് UKG. കൂട്ടത്തില് തറവാട്ടിലെ അമ്മ ഏട്ടന്മാരിലുണ്ട്. അച്ഛൻ ഇപ്പൊ ഈ അടുത്ത് മരണപ്പെട്ടു. പിന്നെ ഇവന് മറ്റേ സിനിമയിൽ സൈനുദ്ദീനെ പോലെ ഒരു ചെറിയൊരു സ്വഭാവം കൂടിയുണ്ട്. എന്റെ ഇളയ മോളെ വരെ ശിങ്കിടും. എന്തൊക്കെ നല്ല സാധനം കണ്ടാ നമ്മളിപ്പോ എന്താ കഴിച്ചൊരു കേക്കിന്റെ പീസ് വന്നു ഇത് ചിങ്കിടും നമ്മള് കൊടുക്കുമല്ലോ. ഇത് പറഞ്ഞ പോലെ ലാസ്റ്റ് എന്തൊരു ഹാൻസിന്റെ പാക്കറ്റ് വീണ് കിട്ടിയപ്പോ ഇത് ചിങ്കിടൂര് ഭയങ്കര എന്ത് കിട്ടിയാലും ഒരു ചിങ്കിടൂര് അച്ഛന് ഇവിടുന്ന് വരുമ്പോ ചോദിക്കണം. ചിങ്കിടൂ ടെറ ആണോ? ടെറാണോ? അല്ല മക്കളെല്ലാരും ടെറ. എല്ലാരും ഇതില് അഭിനയിപ്പിക്കാറുന്നില്ലേ? ഇതിനൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇവന്റെ മോനുണ്ട്, എന്റെ മക്കൾ അഭിനയിച്ചിട്ടുണ്ട്, വൈഫ് അഭിനയിച്ചിട്ടുണ്ട്, എന്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആരാ? ഇല്ല. പിന്നെ അത്യാവശ്യം ഫീമെയിൽ ശ്രേയ, പിന്നെ ശ്രുതി. പിന്നെ പുറത്തുനിന്ന് കുറെ പെൺപിള്ളേരൊക്കെ ഒന്ന് അഭിനയിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ വീട്ടിലുള്ള പ്രശ്നം കാരണം നമ്മളത് വേണ്ടെന്ന്. ഈ തെറിവിളിയൊക്കെ കണ്ടിട്ട് പെൺപിള്ളേര് വരണം അല്ലേ? പക്ഷെ വളരെ എന്താ പറയാ, നമ്മളൊരു മിമിക്രി ട്രൂപ്പ് ഉണ്ടെന്നല്ലേ, ഞങ്ങള് ഫീമെയിൽ ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് വരും സിംഗേഴ്സ് ആണ്. പക്ഷെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും. മിമിക്രി സ്റ്റാർട്ട് ചെയ്തേ? മിമിക്രി ഉണ്ട്. ഞാൻ 2003-ല് ഇപ്പൊ ഏകദേശം റിട്ടയർമെന്റ്. ഞാനൊരു 2002-ല്. 2002 പിന്നെയാണ് മിമിക്രി എന്താണെന്ന് അറിഞ്ഞ കുറെ കഴിഞ്ഞു. പക്ഷെ അതിനിടയിൽ 2002 സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതിന്റെ ഇടയിലൊന്നും മിമിക്രി ഇല്ല. പിന്നെ എന്തറിയോ 8ാം ക്ലാസ് 9 പ്ലസ് 1 പ്ലസ് 2. പക്ഷെ വേറെ ഉണ്ട് ഇതിന്റെയൊക്കെ ഓർമ്മ വെച്ചാൽ ഞാൻ +1 എനിക്ക് ഓർമ്മയില്ല +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന മിമിക്രിയിൽ എനിക്ക് പ്രൈസ് ഇല്ല. ഞാൻ 3rd 2nd ഒക്കെ. പക്ഷെ ഇവരെക്കാൾ മുന്നൊക്കെ മിമിക്രി ബേസ് ചെയ്ത് ചാനലിൽ വന്ന ഞാനാ. അപ്പൊ ഫസ്റ്റ് കിട്ടിയവരൊക്കെ അവിടെ എത്തിയിട്ടില്ല. നമ്മള് തോറ്റാലും കുഴപ്പമൊന്നുമില്ല, നമ്മള് ജയിക്കുന്നില്ല. നമ്മള് അടിപൊളിയായി കുറെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ട്രൂപ്പിന്റെ ഭാഗമായി ട്രൂപ്പിന്റെ നമ്മള് ഏറ്റവും എടുത്തു പറഞ്ഞ സെൻട്രൽ ജയിലിന്റെ ഉള്ളിലൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉള്ളില്, സബ് ജയിലിന്റെ ഉള്ളില്. അങ്ങനെ കാരണം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണെന്നുള്ളവര് തിരിച്ചറിവായിരിക്കല്ലേ. ഞാൻ ഫിഗർ ചെയ്യാറുണ്ട്, മിമിക്രി ചെയ്യാറുണ്ട്, സ്പോട്ട് ഡബിങ്, മിമിക്രി. ഇതില്ലോ അത് പറ്റൂല. അതെല്ലാം ഫ്രെയിം സെറ്റ് ചെയ്താലും പോകും. ഒരുപാട് ഏരിയ വിജേഷ് സാധാരണ നമ്മളിപ്പം ഒരാളുടെ ഇങ്ങനെയല്ലേ സംസാരിക്കാം. ഇവന് അശോകല്ലേ, അത് വേറെ കോമഡി പറയാം. ഇവൻ ബ്ലാക്ക് ഷർട്ട് ഒക്കെ വന്നിട്ട് അത് കട്ട് ചെയ്തല്ലേ, ചീപ്പൊക്കെ വെച്ചിട്ട് അത് വേറെ സംഭവം പറഞ്ഞേ. ചീപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ. ഇപ്പൊ ഇവന്റെ മനസ്സിൽ ഇവൻ നിവിൻ പോളിയാണ്. അപ്പൊ നമ്മളൊരു നിവിൻ പോളി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ബട്ട് ഈ എപ്പിസോഡ് അറിയാൻ കഴിയുമ്പോൾ അതിന്റെ കമന്റില് ആ കറുത്ത ഷർട്ട് ഇട്ട് ഏട്ടനെ കാണുമ്പോൾ അശോകനെ പോലെ തോന്നി എനിക്ക് മാത്രമാണ്. അപ്പൊ ഇവ പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ ഇത് വാങ്ങിച്ചിട്ടറിയും. പിന്നെ ഇവന്റെ സംഭവിച്ചാൽ നമ്മളിപ്പം മരിച്ച് വിജേഷിനോട് നമ്മൾ പറയാം, വിജേഷ് ഈ റോള് നീ മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ ബോഡി കിട്ടുക വെള്ളത്തിൽ നിന്ന് ചേർത്തിട്ട് ഇങ്ങനെ അഴുകി കിടക്കുന്ന ഓക്കെ ഒരു ചീർപ്പ് പൊട്ടനെ പോലെ നമ്മളിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ച് ഓഫ് ഇങ്ങനെ കണ്ണൊക്കെ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ ഇടണം. അപ്പൊ ഞാൻ ഒരു ചീർപ്പ്. അപ്പൊ ഞാൻ തെറി പറഞ്ഞോണ്ടില്ലേ ഞാൻ ഇതിനെടുക്കല്ലേ
ഒരു മിനിറ്റ് ഇപ്പം അപ്പൊ നമ്മൾ പോയി നോക്കുമ്പോൾ ഇങ്ങനെ നോക്കാം നമ്മൾ നോക്കുന്നുണ്ട്. കോൺഫിഡൻസ് അതിന് വേറെ കോമഡി, നമ്മൾ കഷ്ടപ്പെട്ട് ഇവനെ മേക്കപ്പ് ചെയ്യുക, എന്നിട്ട് താടിയൊക്കെ നല്ല നാരപ്പിച്ച് ഇവരൊക്കെ മുടിയൊക്കെ നാരപ്പിച്ച് വെച്ചിട്ട് ഒറ്റ ചീക്കില്ല എല്ലാം കത്ത് കിടക്കും. പിന്നെ വേറെ ആരുടെയും മാനറിസം? മാനറിസം പിന്നെ ശൈലേഷ് തൊട്ട് അതൊക്കെ എടുത്ത് ശൈലേഷ് ഇത് ഇന്ന് കാണും എന്തായാലും. വന്നിട്ടില്ല. പക്ഷെ ഇവിടെ വിറപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ കോൺഷ്യസ് ആയി അല്ലേ? വിജയശേട്ടാ പറ. കുട്ടന്റെ ഒക്കെ ഉണ്ട്. തിരിച്ചു പറഞ്ഞല്ലേ അവൻ അതിന്റെ 10 അടി ഇങ്ങോട്ട് തരും. അങ്ങനെ ചെറിയ പ്രശ്നം. അത് കുഴപ്പമില്ല, mind ചെയ്യണ്ട. ഇങ്ങോട്ടേക്ക് എന്തേലും പറഞ്ഞാൽ അങ്ങോട്ട് പറയും. അങ്ങനത്തെ ടാസ്ക് അങ്ങനല്ല, ഇത്രയും കാലമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സംഭവം അത് മാത്രമേ ഉള്ളൂ. എങ്ങനെ മുകളിൽ കയറാൻ അത് പറ്റില്ല. അതിന് താഴെ അത് കോമഡി തരാം. ഞാൻ വിജേഷും തമ്മിൽ വെളിപ്പെടുത്തിയ രഹസ്യമാണ്. ഈ നമ്മൾ ഈ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് വിജേഷ് നമ്മൾ ഫിഗർ ഷോ നമ്മൾ മീശൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മോഹൻലാലൊക്കെ നമ്മളിങ്ങനെ ഗ്രീൻ റൂമിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മള് വിജേഷ് അന്നേരം നല്ല നമ്മൾ ഈ മുട്ടിയൊക്കെ ചെയ്ത് സെറ്റപ്പിൽ നല്ല ലൈറ്റിലൊക്കെ പോയിട്ട് സ്പോട്ട് അപ്പ് ചെയ്യുക. ഇവനെ എല്ലാവരും കാണും. എല്ലാവരും ഓ വിജേഷ് ഏട്ടാ ഓ. നമ്മൾ ഈ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് നമ്മളാ ഈ മോഹൻലാലിനെ ചെയ്തെന്ന് ആർക്കറിയില്ല, നമ്മൾ വലിയമില്ല. അപ്പം ഞാൻ കൊണ്ടുവരാ പറഞ്ഞു എപ്പോഴെങ്കിലും ഒന്ന് മാറി കിടക്കും, അഭിനയം വരട്ടെ കാണിച്ചു. പല്ലി വന്നപ്പോഴാണ് ഞാൻ എന്തായാലും ഇവന്റെ കുറച്ച് മേലെ കയറിയപ്പോ എല്ലാവരും വിജയ് ചേട്ടാ വീഡിയോ കാണാൻ ചേട്ടാ, പക്ഷെ പുള്ളി സൂപ്പറാന്ന് പറയും ഇവനോട്. അത് ഞാൻ കേട്ടിട്ടില്ല, മറ്റേ സൈക്കോ മോഡൽ. ഒന്നുകൂടെ പറ. അല്ല, അത് അതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ചെയ്യും. അപ്പൊ ഏതാണ്ട് വൈകിട്ട് സമയത്തേക്ക് ആൾക്കാർ വരും. അപ്പൊ നമ്മളുണ്ടോ, ഞാൻ സനേഷ് നമ്മളെ എല്ലാവരും അവിടെ ഉണ്ടാവും. പക്ഷെ സെൽഫി ഉണ്ടല്ലോ, നമ്മൾ കുറച്ചൊരു ആരാധന തോന്നിക്കഴിഞ്ഞാലാണല്ലോ സെൽഫി എടുക്കുക. വിജേഷിന്റെ കൂടെ മാത്രമേ സെൽഫി ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഞങ്ങൾ എന്തോ ക്രിമിനലിനെ പിടിച്ചോണ്ട് ഇപ്പൊ നേരെ തിരിച്ചേ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മള് കയറുമ്പോൾ തന്നെ ഇന്റർവ്യൂ വീഡിയോയിൽ നമ്മുടെ പല്ലിയുടെ ഒക്കെ കാണിക്കും. അപ്പൊ വിജേഷ് കണ്ടിറങ്ങി പിന്നെ ഞാൻ ഉണ്ടെന്നുള്ള ഓക്കെ ഇല്ല അവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഗ്രീൻ റൂമിലേക്ക് ആൾക്കാർ വരും, ഒരു ഫോട്ടോ ആയിക്കോട്ടെ ഞാൻ പറയും വിജേഷിനെ കൂടെ എടുത്തോളൂ കേട്ടോ. ഇന്റർവ്യൂ വേറെ തന്നെ ഉണ്ട്. പക്ഷെ ഞാനും വിജേഷും തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. നീ നിന്റെ കണ്ടന്റ് പോലെയുള്ള ബോണ്ടല്ലേ, വേറെ ബോണ്ട്.